ഇവിടെ എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് ഇവിടെ പുത്തൻവീട്ടിൽ ചാമുണ്ഡി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ ഒരു ചെറിയൊരു ഓലപ്പുര മേഞ്ഞൊരു വീടായിരുന്നു. ആ വീട്ടിൽ എൻ്റെ അനിയനാണ് ഇവിടെ പൂജകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ റൂമിൽ തന്നെ അവനൊരു കൊടുങ്ങല്ലൂർ അമ്മയുടെ ചിത്രം കിട്ടുകയും അവൻ അവിടെ കൊണ്ടുവന്ന് വെച്ച് പൂജ നടത്തുകയും ചെയ്തിരുന്നു. പൂജയായിട്ടൊന്നുമില്ല, വെറുതെ വെക്കുക, ഒരു തിരി വെക്കുക എന്നുള്ള രീതി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ പിന്നെ ഒരു നാഗയുടെ ഒരു പുറ്റിങ്ങനെ മണ്ണിൽ പൊങ്ങി വരാൻ തുടങ്ങി. അവൻ അതിനെ തട്ടി കളയും തോറും അത് വീണ്ടും വളർന്നുകൊണ്ടേയിരുന്നു. ആ നാഗ തന്നെയാണ് ഇപ്പോൾ അകത്തോട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് മണ്ണിൽ നിന്നുണ്ടായി വന്ന നാഗപ്രതിഷ്ഠ തന്നെയാണ്. പക്ഷേ അതിലെ ഒരു അഭിഷേകം ചെയ്താൽ പോലും അതിൽ നിന്ന് ഒരു തരം മണ്ണ് പോലും അന്ന് ഇളകാറില്ല. അത് ഇപ്പോൾ വളർന്ന് ഒരു ഏകദേശം ഒരു ചെറിയൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ഇത്തിരി വലുതായിട്ടുണ്ട്. അത് ഇവിടുത്തെ പ്രതിഷ്ഠയായിട്ട് തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ചേച്ചിയുടെ മകൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് ഇവിടെ വരികയും അവർക്ക് പല വിഷമഘട്ടങ്ങൾ വരുമ്പോഴത്തേക്ക് ചേച്ചിയുടെ മോൻ്റെ അടുത്ത് പറയുകയും ചേച്ചിയുടെ മകൻ അമ്മയുടെ അടുത്ത് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഓരോ മറുപടി പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതെല്ലാം അവർക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ക്ഷേത്രം പണിയണം എന്നുള്ള ഒരു ചിന്ത കൂട്ടുകാർക്കൊക്കെ വന്ന് അവർ തന്നെയാണ്, നാട്ടുകാർ കുഞ്ഞുങ്ങളൊക്കെ കൂടി തന്നെയാണ് ഇവിടെ അമ്മയ്ക്ക് ക്ഷേത്രം പണിത് കൊടുത്തതും അമ്മ ഇവിടെ ഇരുത്തിയതും. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആ വീടൊക്കെ മാറി ഒരു ടെറസിട്ട് ഒരു നില വീടാക്കിയപ്പോൾ ആ വീടിന് സൗകര്യമില്ലാണ്ട് വന്നപ്പോൾ ഇവൻ എൻ്റെ ടെറസിൻ്റെ മേളിൽ ഒരു ചെറിയ ഷെഡ് പോലെ കെട്ടി അവിടെ അമ്മയുടെ ഫോട്ടോ വെച്ചാണ് അവൻ ആദ്യം പൂജകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് നാഗരുണ്ട്. പൂജ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇവിടെ പാമ്പ് വരികയും ആ പാമ്പ് ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറി പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് എല്ലാ ദിവസവും പൂജകൾ ചെയ്യുമായിരുന്നു. പിന്നെ ദിവസവും ഇത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണം, പിന്നെ ഇവിടെ ഈ പൂജ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ആൾക്കാർക്ക് വന്ന് ദർശനം നടത്താനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം ഇവിടെ ഒരു വീട് വെച്ചതിന് ശേഷം നമ്മളിവിടെ റൂമാക്കാൻ വേണ്ടി ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ റൂമിന് വേണ്ടി വാനം വെട്ടിയപ്പോൾ അതിങ്ങനെ കുഴിഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ അതിനൊരു പ്രശ്നം വെച്ചപ്പോഴാണ് അറിയുന്നത് ഇവിടെ പണ്ട് ബ്രാഹ്മണരുടെ സ്ഥലമായിരുന്നെന്നും ദേവസ്ഥാനം ഉള്ള സ്ഥലമായിരുന്നെന്നും. അപ്പോൾ ഇവിടെ ദേവൻ്റെ സ്ഥാനമുള്ളത് കൊണ്ട് ഇവിടെ ഒരു പ്രതിഷ്ഠ വേണമെന്നുള്ളത് പറയുകയും അങ്ങനെ പ്രശ്നം വെച്ചപ്പോഴാണ് അമ്മയുടെ കാരുണ്യം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇവിടെ ഇങ്ങനെ ദേവിയെ ഇവിടെ കുടിയിരുത്താനായിട്ട് തീരുമാനിച്ചത്. വർഷം തോറും പൊങ്കാലയുണ്ട്. പിന്നെ മഞ്ഞപ്പാൽ കോരി അടിക്കുന്നുണ്ട്. ഉച്ച സമയത്തും രാത്രി 9 മണിക്കും മഞ്ഞപ്പാൽ കോരി അടിക്കുന്നുണ്ട്. പിന്നെ പൊങ്കാല ഇത് കഴിഞ്ഞ് ഉത്സവം കഴിഞ്ഞ് 7-ാം ദിവസം നട തുറക്കുന്നുണ്ട്. ആ സമയത്ത് ഒത്തിരി പേര് പൊങ്കാല ഇടാനായിട്ട് അമ്മയുടെ നടയിൽ വരുന്നുണ്ട്. ഇവിടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നേർച്ചയായിട്ട് നടത്താൻ വേണ്ടി കരിങ്കോഴിയാണ് ഇവിടെ നേർച്ചയായിട്ട് എല്ലാവരും നടക്കി വയ്ക്കുന്നത്. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം അമ്മ സാധിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സാരി സമർപ്പണം, അവർ എന്താണോ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർ എന്താണോ ഇവിടെ അമ്മയുടെ നടയിൽ നേർച്ചയിടുന്നത് അത് അവർ നേർച്ചയിടുന്നതനുസരിച്ച് കാര്യം സാധിക്കുമ്പോൾ അതെല്ലാം ഇവിടെ അമ്മയുടെ നടയിൽ നടത്താറുണ്ട്. അങ്ങനെ നല്ല ചൈതന്യത്തോടു കൂടി ഇരിക്കുന്ന അമ്മയാണ്. ഇവിടെ ചൊവ്വ വെള്ളിയ ദിവസങ്ങളിലും ആയില്യത്തിനും പിന്നെ ആൾക്കാരുടെ അഭിഷ്ടത്തിനനുസരിച്ച് അവർ വന്ന് എന്താണോ പറയുന്നത്, ഞങ്ങൾക്ക് നട തുറക്കണം, നിങ്ങൾക്ക് കാര്യങ്ങൾ നേടണം എന്ന് പറയുന്നതനുസരിച്ച് ഇവിടെ നട തുറന്ന് പൂജകൾ ചെയ്യാറുമുണ്ട്. എല്ലാവർക്കും പറയുന്ന കാര്യങ്ങളെല്ലാം അമ്മ നേടി കൊടുക്കാറുണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസവും. അപ്പോൾ അമ്മ ഇവിടെ ഈ നാടിൻ്റെ ഒരു നല്ല ഇതായിട്ടാണ് വിളങ്ങുന്നത്.